പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നല്ലൊരു അധ്യയന വർഷം കുട്ടികൾക്ക് ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 10ാം ക്ലാസ് 11, 12 കുട്ടികളൊക്കെ നല്ല തീപ്പന്തങ്ങളായിട്ട് ടൈം ടേബിളൊക്കെ വെച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പഠിക്കാനായിട്ടൊരു അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. പിന്നെ വേറൊരു പ്രയർ റിക്വസ്റ്റ് നിങ്ങളോടുള്ളതാണ്. നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിലെ 2nd ഇയേഴ്സ് 3rd ഇയേഴ്സ് മൈനസിനാരിയിലെ അവർ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ശരിക്കും പഠനമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു നല്ലൊരു കൃപയിൽ അത് ആരംഭിക്കാനായിട്ടുള്ള ഒരു 2 ദിവസത്തെ ശുശ്രൂഷ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. ഇന്നലെ രാത്രി, തിങ്കളാഴ്ച രാത്രി അച്ഛൻ അവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് നമുക്കോട്ട് 2-3 സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അവസാനിപ്പിച്ച് ഇന്നലെ രാത്രി തന്നെ പോന്നു. ഇന്ന് രാവിലെയും അതുപോലെ ഇന്ന് രാവിലെ തുടങ്ങി നാളെ വൈകിട്ട്, ബുധനാഴ്ച വൈകിട്ട് 8 മണി 8:30 കൂടി സപ്പറോട് കൂടിയിട്ടായിരിക്കും ആ ഒരു ശുശ്രൂഷ കഴിയുക. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം സ്മരിച്ചേക്കണം കേട്ടോ. ഹല്ലേലൂയ. കാരണം നാളത്തെ വൈദികരാണ് ഇവരെല്ലാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് വിശുദ്ധ മദർ തെരേസയുടെ ഒരു കോട്ടാണ്. അവര് ഇങ്ങനെയാണ് ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇങ്ങനെയാണ്: സന്തോഷം കൊണ്ട് നിറഞ്ഞവൻ ദൈവത്തെ പ്രചരിപ്പിക്കാതെ തന്നെ പ്രചരിപ്പിക്കുന്നു. സന്തോഷം കൊണ്ട് നിറഞ്ഞവൻ. നമുക്കാണെങ്കിലല്ലേ ശരിക്കും ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ കണ്ണു തുപ്പിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളതാണ്. അതായത് ഞങ്ങളുടെ ഒരു പോളച്ചിലുണ്ടായിരുന്നു. ആ പോളച്ചിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ കുറച്ച് വഴക്ക് പറയുകയാണെങ്കിൽ പോലും മുഖത്ത് കണ്ണിന് ഒരു തെളിച്ചുണ്ടായിരിക്കും. നമുക്ക് ആ പാടൊക്കെ കേൾക്കുമ്പോൾ തന്നെ സംഭവം പേടിയും ബഹുമാനൊക്കെയാണ്, പക്ഷെ ഭയങ്കരമായൊരു ആനന്ദമാണ്. അതാണ് സന്തോഷം കൊണ്ട് നിറഞ്ഞവൻ അവൻ ദൈവത്തെ. കാരണം അവൻ്റെ ഉള്ളിലൊരു നിറവുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയ സഹോദരങ്ങൾ, നമ്മൾ വെറുതെ ഒന്ന് ചുറ്റുമുള്ളവരിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു എന്തെന്നില്ലാത്തൊരു ശൂന്യതയും ഒരു അസ്വസ്ഥതയൊക്കെ പലപ്പോഴും നമ്മുടെ കണ്ണുകളിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മതത്തിലെ എത്രയോ മനോഹരമായിട്ടാണ് കർത്താവിൻ്റെ ആ ഒരു സന്ദേശം നമ്മളോട് പറയുന്നത് അല്ലേ. സന്തോഷം കൊണ്ട് നിറഞ്ഞവൻ ദൈവത്തെ പ്രചരിപ്പിക്കാതെ തന്നെ. കർത്താവെ, നമുക്കിത് കേൾക്കുന്ന സകല മക്കൾക്കും ഈ ഒരു ആനന്ദത്തിൻ്റെ അഭിഷേകം കർത്താവെ സമൃദ്ധമായിട്ട് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.